സ്ത്രീക്കായാലും ഈ എന്താണ് പുരികൻ നല്ലോണം വളർന്നിട്ട് ഇതിൻ്റെ മധ്യ വന്നത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ത്രെഡ് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് മഹാന്മാർക്കുള്ള പറച്ചിലാണെന്ത്. അത് എൻ്റെ ഭർത്താവിന് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ചെയ്യുക എന്ന്. അങ്ങനെ ഇല്ല. അള്ളാഹു താല നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. ഭർത്താവിന് അങ്ങോട്ട് ഉപദേശം മനസ്സിലാക്കി കൊടുക്കണം, ചെയ്യാൻ പാടില്ല എന്നാണ്. അള്ളാഹ് ഹറാമാക്കിയ കാര്യമല്ല ഭർത്താവ് പറഞ്ഞിട്ട് ചെയ്യല്. അപ്പോൾ അള്ളാൻ്റെ ഇത് ശിക്ഷ ഇട്ടൂലേ? അതില്ല. അള്ളാഹു താല നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്താൽ ഭർത്താവിനും ശിക്ഷ ഇട്ടു, നിങ്ങൾക്കും ശിക്ഷ ഇട്ടു. അത് പാടില്ല. അപ്പോൾ പുരികത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം, ഇത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ വഫിയ്യക്ക് പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്താണ് വഫിയ്യ കോഴ്സിന് പഠിച്ചിട്ട് ഞാൻ ഇപ്പോൾ വഫിയ്യയാണ്, പണ്ഡിതയാണ്. ഞാൻ ഹാദിയ കോഴ്സിന് പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്താണ് ഹാദിയയാണ്, പണ്ഡിതയാണ്. അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനം ഞാൻ പണ്ഡിതയാണ് എന്ന് പറയുന്ന ഈ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇത് പഠിച്ചുകൊണ്ട് മാത്രമൊന്നും അള്ളാഹ് സ്വീകരിക്കില്ല. ഇത് പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചതനുസരിച്ചിട്ട് തെക്കുവയോടുകൂടി ജീവിക്കണം. ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വരുന്ന ഈ ഇതുണ്ടല്ലോ പണ്ഡിതകൾ, ഇവർക്കിത് അറിയാഞ്ഞിട്ടൊന്നല്ല നിഷിദ്ധാണെന്ന്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം മസാല ഉണ്ടാക്കുകയാണ്, സ്വന്തം എന്താണ് ഫത്വ ഉണ്ടാക്കുക. ഇത് വലിയ ശിക്ഷയ്ക്ക് വിധേയമാവേണ്ടി വരും. നിങ്ങളെ ഇൽമ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കുറച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്നാൽ പുരുഷന്മാർക്കും അത് അറിയൽ അത്യാവശ്യമാണ്. പക്ഷെ കൂടുതലും സ്ത്രീകളാണ് ആ വിഷയത്തിൽ കൂടുതൽ ആ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതായത് ഇന്ന് വ്യാപകമായി നമ്മുടെ വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എന്നാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലും അവന്റെ റസൂലിന്റെ അടുക്കലും വളരെ വലിയ തെറ്റാണ് ഇതാണ്. ഉദാഹരണമായിട്ട് മൂക്ക് കുത്തുക. അത് സ്ത്രീകൾക്കാണ്, ആണുങ്ങൾ പുരുഷന്മാർ മൂക്ക് കുത്താറില്ല, അതാ ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് ഉള്ളത് പുരികം ത്രെഡ് ചെയ്യുക, മൈലാഞ്ചി ഇടുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ചിലതിലൊക്കെ പുരുഷന്മാരും അതിലൊക്കെ വ്യാപൃതരാകുന്നവരാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പുരികം ത്രെഡ് ചെയ്യലൊക്കെ ഇന്നത് വ്യാപകമായിട്ടുണ്ട്, എന്നാൽ അത് നിഷിദ്ധമാണ്. പുരികം ത്രെഡ് ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, കുറച്ച് സഹോദരിമാർ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു, താല്പര്യം പ്രകടിപ്പിച്ചു. ഉസ്താദ് ഒന്ന് സംസാരിച്ചാൽ വേണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലും ഒരു സഹോദരി അതിലൊരു കമന്റ് കണ്ടു, ഇതിനെ പുരികം ത്രെഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഒന്ന് ഉസ്താദ് സംസാരിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് എന്നെ അതിലേക്ക് ചിന്തിപ്പിച്ചത്. പുരികം ത്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുന്ന കാര്യമാണ്, വലിയ തെറ്റാണത്. പുരികം ത്രെഡ് ചെയ്യുക, ഷെയ്പ്പാക്കുക എന്നുള്ളത് ഒന്നുണ്ട്. രണ്ട്, അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ട്. പല വിധത്തിലും പലരും അതിനെ സമീപിക്കാറുണ്ട്, പുരുഷന്മാരും അതിനെ സമീപിക്കാറുണ്ട്. ഏതായാലും മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മളെ നേതാവായ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ബഹുവന്യരായ സ്വഹാബി വര്യനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് നിങ്ങൾ മുന്നിൽ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിനൊന്നും പറയാൻ പാടില്ലല്ലോ.
അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാതി വൻ നാമിസ്വാതി വൽ മുതനമ്മിസ്വാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ അൽ മുഗയ്യിറാതി ഖൽഖുല്ലാഹ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അതായത് സ്വഹീഹായ ഹദീസാണ്. ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിം മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിം അവരവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഈ വാചകം, ഈ ലഫ്ള് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ലഫ്ളാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാത്. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു പച്ച കുത്തുന്നവരെയും പച്ച കുത്തുന്ന സ്ത്രീകളെയും അതിനെ ആവശ്യപ്പെടുന്ന സ്ത്രീകളെയും. പച്ച കുത്തലുണ്ടല്ലോ കയ്യില്, പല ഭാഗങ്ങൾ പച്ച കുത്തുന്ന രീതിയുണ്ട്. അത് പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയണം അതിനെ ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ അധികരിച്ച് സ്ത്രീകൾ ചെയ്യുന്നത് കൊണ്ടാണ് സ്ത്രീകളോട് ഇത് ഖിതാബ്, അഭിമുഖീകരണം. എന്നാൽ ഈ ഹദീസുകളുടെ ശാരീഹ്യങ്ങൾ പറയുന്ന മഹാന്മാര് പറയുന്നത് അത് പുരുഷന്മാർക്കും ബാധകമാണ്, അത് പുരുഷന്മാരും കൂടിയിട്ടുള്ളതാണ്. കാരണം ഇത് പുരുഷന്മാരെ ഒഴിച്ച് സ്ത്രീകൾക്ക് മാത്രം എന്നിവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകൾ എന്നാണ് പുരുഷന്മാർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്താണത് പച്ച കുത്തുന്നത്? അത് അള്ളാഹുവിന്റെ ലഅനത്ത്, ശാപം ഇറങ്ങിക്കൊണ്ട് ഇന്ന് അത് വ്യാപകമാണ്. പച്ച കുത്താൻ പാടില്ല എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ. അള്ളാഹിന്റെ ശാപം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ദുനിയാവിലും ആഖിറത്തിൽക്കും അവന് ദുനിയാവിലും ഒരു 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 ബറക്കത്തും അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. അത് മാത്രമല്ല അവന് ദുആ സ്വീകരിക്കില്ല. അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നോമ്പ് നോറ്റിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. കാരണം അള്ളാഹിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ള ഇബാദത്തുകളും സ്വീകരിക്കപ്പെടില്ല. എപ്രകാരം ഖുർആൻ പറഞ്ഞു ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ശാപം. കളവ് മനഃപൂർവ്വം കളവ് പറയുന്ന ആളുകൾ അവരുടേതും ഇതന്നെ സ്ഥിതി, കളവിൽ നിന്നും മാറി. എന്തായാലും പച്ച കുത്തുന്ന ആളുകൾ. പിന്നെന്താ? പുരികം പറിക്കുന്ന സ്ത്രീകളെയും അതിന് ആവശ്യപ്പെടുന്ന, അതിനെ പ്രേരിപ്പിക്കുന്ന സ്ത്രീകളെയും ശപിച്ചിരിക്കുന്നു. മുത്തനമ്മിസ്വാത്ത് എന്ന് പറഞ്ഞാൽ പുരികം പറിക്കാൻ ആവശ്യപ്പെടുക, പുരികം പറിച്ചു കളയുക. മുത്തനമ്മിസ്വാത്ത് എന്ന് പറയുന്നിടത്ത് മുഖത്തെ രോമം പറിച്ചു കളയുക എന്നാണ്. മുഖത്തെ രോമം പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് പെട്ടു? പ്രധാനമായും അവിടെ പറയുന്നത് പുരികനാണ്. പുരികം പറിച്ചു കളയുക, അവരെയും ശപിച്ചിരിക്കുന്നു. അത് പറിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടില്ല. അതൊന്ന് പോയി പറിച്ച് ത്രെഡ് ചെയ്ത്, പുരികം ത്രെഡ് ചെയ്ത് ഉഷാറാക്കി കളയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണവരെ ശപിച്ചിരിക്കുന്നു. പിന്നെയോ മുത്തഫല്ലിജാത്ത് എന്ന് പറഞ്ഞാല് ഈ പല്ല് രാഗി ചെറുതാക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. മനസ്സിലാവണം? പല്ലുകൾ രാഗി ചെറുതാക്കൂല, വലിയ പല്ല് അത് രാഗി ചെറുതാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഹദീസിനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പല്ലുകൾ ചെറുതാക്കുന്നവർ, രാഗിയിട്ട് ചെറുതാക്കുക, വലിയ പല്ല് ചെറുതാക്കി, ഇങ്ങനെ ചെറിയ ചെറിയ പല്ലുകളാക്കി അവരെയും പറിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ കാരണം പറയുന്നത് എന്താണ്? അൽ മുഗയ്യിറാതി ഖൽഖുല്ലാഹ്. അവരെന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് വ്യതിയാനം, മാറ്റവ്യത്യാസങ്ങൾ വരുത്തുന്ന സ്ത്രീകളാണ് അവർ. അള്ളാഹു തആലാന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നവരാണ്. അതാണ് അതിന്റെ കാരണം. അപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഈ ഈ പുരികനൊക്കെ നമ്മൾ പറിക്കുന്നില്ല, നമ്മൾ വടിക്കാണ്, അല്ലെങ്കിൽ നമ്മള് എന്താ പറയുക ചെയ്യണത്, അത് വെട്ടാണ് എന്നൊക്കെ പറയും. പറ്റൂല. നൂലുകൊണ്ട് പറിക്കല് മാത്രമല്ല, ഇത് ഇവിടെ മൊത്തം ഉള്ള കാര്യം പറഞ്ഞതാണ്. ഇതിന് കാരണം പറയുന്നത് എന്താണ്? അവർ അള്ളാഹുവിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവർ മാറ്റം വരുത്താണ്.
അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഇതായത് കാരണത്താൽ അത് ഇനി പറിച്ചാലും ശരി, ഇനി വെട്ടിയാലും ശരി, വടിച്ചാലും ശരി, ഒക്കെ ഒരേ ഹുക്കും ഒരേ വിധിയാണ്. അത് നിഷിദ്ധമാണ്. അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു, ഹറാമാണ്. എന്റെ പ്രിയമുള്ളവർ അത് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, മറ്റുള്ളവർ പറഞ്ഞു ഉപദേശിക്കണം, അങ്ങനെ ചെയ്യരുത്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, ഭംഗി കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്ത്രീകളാണെങ്കിൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ പോവാൻ ഞാൻ മതി, ഭംഗി കൂട്ടവർക്ക്. പക്ഷേ അതിനു വേണ്ടി സൃഷ്ടിപ്പിൽ വ്യത്യാസം വരുത്തരുത്, അത് പാടില്ല. പിന്നെ മഹാന്മാര് അതിനെ സംബന്ധിച്ച് പല വിധത്തിലും അതിന് വിശദീകരണങ്ങൾ പല വിധത്തിലും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് പുരികന്, ഈ രണ്ടാണ് പുരികൻ അല്ലെ, ഇതിനിടയിൽ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് മുടി ധാരാളം ചിലർക്ക് വരും. ആ മുടി വടിച്ചു കളയുകയോ പറിച്ചു കളയുകയോ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത് പുരികത്തിൽ പെടില്ല. പുരികം എന്ന് പറഞ്ഞാൽ കണ്ണിന് മുകളിലുള്ള ഈ സംഭവമാണ് പുരികം. അപ്പൊ ഇതിനിടയിൽ വരുന്നതിനെ പറിച്ചു കളഞ്ഞത് അല്ലെങ്കിൽ അതിനൊന്ന് പഠിച്ചു വൃത്തിയാക്കാൻ വേണ്ടി അതിനൊന്നും കുഴപ്പമില്ല. അതൊന്നും സൃഷ്ടിപ്പിൽ എന്തില്ല, വ്യതിയാനം വരുത്തലല്ല. അത് ഭംഗി കൂട്ടുന്നു, പക്ഷെ എന്തില്ല, സൃഷ്ടിപ്പിൽ വ്യതിയാനം വരുത്തലില്ല. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ പുരികന്റെ പരിധിയിൽ അത് വരികയുമില്ല. മനസ്സിലാവുന്നു. ഇവിടെ ഇങ്ങനെ മാറ്റിയിട്ടൊന്നും സൃഷ്ടിപ്പിൽ വ്യതിയാനം. അതുപോലെ തന്നെ പണ്ഡിതന്മാര്, മഹാനായ നമ്മുടെ ഇബ്നു ഹജർ റഹിമഹുല്ല അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് തുഹ്ഫയിലും മറ്റൊക്കെ അതിന്റെ ഉപോത്ബലകമായ ഇബാറത്തുകൾ. എന്താണത്, പുരികന്, ഒരാളുടെ പുരികന്, അത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയാലും വേണ്ട, പുരുഷനായാലും വേണ്ടില്ല, ആ പുരുകന് സാധാരണ പുരുകന് വലുത്തുന്ന അതിർത്തിയേക്കാൾ കൂടുതലായി വളർന്നു, അവര് ബുദ്ധിമുട്ടായി വരികയാണ്. കൂടുതൽ അടി അതിർത്തിയേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന വിധത്തിൽ, അല്ലെ കണ്ണിലേക്ക് തൂങ്ങി നിന്ന്, അല്ലെങ്കിൽ ഈ അതിർത്തിയേക്കാൾ കൂടുതൽ തൂങ്ങി വന്നു. അങ്ങനെ കൂടുതൽ അധികരിച്ചിട്ട് ആ അതിർത്തിയും വിട്ടുവരുന്നതിനെ വെട്ടുന്നതിന് കുഴപ്പമില്ല. കാരണം അത് അവനൊരു പ്രയാസം പോലെ തോന്നിയിട്ട് വെട്ടിയെടുക്കുക, അല്ല അവന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ള സൗന്ദര്യം അവിടെ ഉണ്ട്. പക്ഷെ അവനക്കതൊരു ബുദ്ധിമുട്ട് തോന്നി, അങ്ങനെ വെട്ടാണ്. അത് പുരികന്റെ അതിർത്തിയിൽ നിന്നും വിടുന്ന വിധത്തിൽ കൂടുതൽ ഒന്ന് ഇങ്ങോട്ട് തുറിച്ചു നിന്നൊരു രോമം, പുരികനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് നീണ്ടു വന്നു രോമം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീണ്ടു വന്നു രോമം, അപ്പൊ അതൊക്കെ വെട്ടാം, അതിന് കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവണ്ട. മഹാനായ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്, പുരികത്തിലെ രോമങ്ങൾ നീളത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തത് ചെയ്യാം. അതുപോലെ തന്നെ പല്ല് ഓവറായിട്ട് ഉന്തി വന്നു, നീളം കൂടുതലല്ല, മറിച്ച് എന്താണ്, അവന്റെ പല്ല് ഉന്തി വരുമ്പോൾ അത് പിന്നീട് പ്രയാസമായി വരും. പല ഘട്ടങ്ങളിലും അവനത് പ്രയാസം അനുഭവിക്കേണ്ടി വരും. വിവാഹ ജീവിതത്തിലായാലും പല ഘട്ടങ്ങളിലും അവൻ പ്രയാസം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവനക്ക് നമ്മൾ സാധാരണ ക്ലിപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ, പല്ല് ക്ലിപ്പിട്ടിട്ട് എന്താ ഈ ഉയർന്നു വന്ന പല്ലിനും താഴ്ത്ത ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒന്ന് വികൃതമായ രൂപം, അവന്റെ വികൃതത എന്ത് ചെയ്യാം, ചിലർക്ക് അത് ഓവറായിട്ട് ഉന്തി വന്നാൽ അത് വികൃതമായി തോന്നും അവർക്ക്. അപ്പൊ ആ വികൃതമായ അവസ്ഥ അവർക്ക് ബുദ്ധിമുട്ടായി വരുമ്പോൾ അത് മാറ്റാൻ. അത് മാത്രമല്ല പല കാര്യത്തിനും അത് പ്രയാസം വരും. മനസ്സിലാവുണ്ട, വിവാഹ ജീവിതത്തിലൊക്കെയാണ് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് അത് വലുതായ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ചിലവർ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല എന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉള്ള പല്ല് ഒരാൾക്ക് നീളം കൂടിയ പല്ലാണ്, കുറച്ച് നീളം കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ചിലർക്ക് നീളം കൂടും, അത് ഓവർ നീളമൊന്നും ആവില്ല. എന്നാലും ചെറിയ നമ്മള് ചിലർ പറയില്ല, എന്താണ് എന്തിന്റെ പല്ലാണെന്ന് എന്തോ പേര് പറയാറുണ്ട്. അതേപോലെ ചെറുതാക്ക പല്ലുകളൊക്കെ അന്ന് രാഗിയുടെ ചെറുതാക്കുന്ന പരിപാടി ഉണ്ട്, അതും പാടില്ല. അതാണെന്ത്, അൽ മുതഫല്ലിജാത്ത്, പല്ലുകൾ രാഗി ചെറുതാക്കുന്ന ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എന്താ കാരണം, അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അവർ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് അവർ വ്യതിയാനം വരുത്തുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പില് മാറ്റം വരുത്തുന്ന രീതി പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മൊത്തം മാറ്റം വരുത്തുക, ലിംഗമാറ്റം മാത്രമല്ല, അത് വലിയ തെറ്റാണ്, അതൊന്നും പാടില്ല. അല്ലാത്തതും എന്തില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന പരിപാടി പറ്റില്ല. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇവിടെ വേറെ കാര്യം കൂടി ചെയ്യാനുണ്ട്, മനസ്സിലാക്കാണ്. അപ്പോ ചിലവർക്ക് ചോദിക്കാനുള്ളത്, ഐലൈനർ ഉപയോഗിക്കും, കൺമഷി ഉപയോഗിക്കും ചിലവര്,
അതുപോലെ തന്നെ പല കളറുകളിലും പുരികനൊക്കെ കളറാകും കുട്ടികൾ. അതുപോലെ തന്നെ പുരികന്റെ ഈ ഭാഗത്തൊക്കെ കളർ ചുവപ്പ്, അല്ലെങ്കിൽ പച്ച, അല്ലെങ്കിൽ പിങ്ക് ഒക്കെ കളറുകളൊക്കെ ഈ എന്താ പറയാ പുരികന്റെ താഴെ പുരികനില് ഒക്കെ കളർ കൊടുക്കുന്നത് കാണാം. ചില പുരുഷന്മാരാണെങ്കിൽ താടിയില് മുടിയിലൊക്കെ കളർ കൊടുക്കുന്നത് കാണാം. കളർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് എന്താ പറയാ കറുപ്പിക്കാൻ പാടില്ല. കളർ കൊടുക്കാം, പക്ഷെ അവിടെ കളർ കൊടുക്കുന്നത് മാത്രമല്ല, ചിലര് കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പുതുമാരികൾ പുട്ടിയിടും, കല്യാണം അല്ലാത്തവരും പുട്ടിയിടും, മുഖത്തൊക്കെ ആകെ പലതൂട്ടും കണ്ട് അങ്ങനെ. അതൊന്നും ഹറാം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിലേക്ക് മുഴുകുമ്പോൾ പലപ്പോഴും ഇത് അന്യപുരുഷന്മാരെയും മറ്റും കാണിക്കാനാണ് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അത് ചെയ്യണതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആണത് ചെയ്യുന്നത്, ആണുങ്ങൾ ചെയ്യുമെന്നാർ ചെയ്യാറില്ല അത്, പക്ഷെ ആണ് താടിയിൽ ഇവിടെ ഒക്കെ ചെയ്യും. അത് ഒരു അന്യ സ്ത്രീയെ ആകർഷിക്കാനാണെങ്കിൽ അത് ഹറാമായി മാറും. അല്ലാതെ എന്തില്ല, ഒരു മുട്ടിയിട്ട് അല്ലെങ്കിൽ ഇത് അതുകൊണ്ടൊന്നും ഹറാം എന്ന് പറയില്ല. പക്ഷെ അവിടെ സൂക്ഷിക്കേണ്ട കാര്യം, ഒന്നും എടുക്കുന്നത് നിസ്കാരം അതുകൊണ്ട് എന്താവാൻ പാടില്ല, ബാത്തിലാവാൻ പാടില്ല. ഐലൈനർ ഇടുമ്പോഴും അതുപോലെ തന്നെ എന്താ പറയാ പുട്ടിയിടുമ്പോഴും കളറ് ചേർക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നു എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർബന്ധ കൂളിയുണ്ട്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പൊ അതിനൊക്കെ തടയുന്ന വിധത്തിലുള്ള കാര്യങ്ങളാവാൻ പാടില്ല. ഒന്ന്, വെള്ളത്തെ പകർച്ചയാക്കുന്നതാവാൻ പാടില്ല. നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുക്കുമ്പോൾ ഇതൊക്കെ പകർച്ചയാവും, ആ വെള്ളത്തെ പകർച്ചയാകും, അപ്പൊ ഒന്നും ശരിയാവില്ല. അതല്ലെങ്കിൽ ചിലതൊക്കെ ചായം പൂശിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തെ തടയുന്നതാവും, വെള്ളത്തെ തടയുന്ന വിധത്തിലുള്ളതും ആകാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഒതു എടുക്കുന്നതിന് മുന്നേ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഒതു കൊടുക്കാൻ. അപ്പൊ കഴുകി വൃത്തിയാക്കാൻ പോവാത്ത വിധത്തിലുള്ളത് ഇടാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? പുരുഷന്മാരും ക്രീം കളറുകളൊക്കെ തേൽക്കുമ്പോ കറുപ്പിക്കാൻ പാടില്ല. അല്ലാത്തത് തേക്കുമ്പോ വെള്ളം അതിലേക്ക് ഈ മുടിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന വിധത്തിലുള്ള ചായം പൂശാൻ പാടില്ല. മൈലാഞ്ചിട്ടോളി അതല്ലെങ്കിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നത് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്നുള്ളത് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, മൈലാഞ്ചിയുടെ കാര്യമാണ്. മൈലാഞ്ചി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മൈലാഞ്ചി ഇടൽ ഹറാമാണോ ഹലാലാണോ, അത് ഹുക്കുമുകൾ പല വിധത്തിലാണ് വരുന്നത്, പറഞ്ഞുതരാം. മൈലാഞ്ചി ഇടല് വിവാഹിതരായ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. എന്താണ്? വിവാഹിതരായ സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അവരുടെ പുരുഷന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ആനന്ദിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുരുഷന്മാർ അവരുടെ സ്വന്തം ഭർത്താക്കന്മാർ, അവിടെ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി വിവാഹിതയായ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, മൈലാഞ്ചി ഇടാം. അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി ആവാൻ പാടില്ല. തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകുമ്പോഴത്തിന് ഭർത്താവിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് മൈലാഞ്ചി ഇടാം. അത് സുന്നത്താണ്. അതുപോലെ പുരുഷന്മാർക്ക്, അപ്പൊ അവിവാഹിതയായ സ്ത്രീകൾക്കോ, അവിവാഹിതരായ സ്ത്രീകൾക്ക് കറാഹത്താണ്. അവിവാഹിതരായ സ്ത്രീകളെ കാണിക്കാൻ വേണ്ടി മൈലാഞ്ചി ഇട്ടു, അത് കുഴപ്പമില്ല. ഞാൻ സ്ത്രീകളെ കാണിക്കാൻ, അവിവാഹിതയായ സ്ത്രീകളാണെങ്കിൽ അത് കറാഹത്താണ്, ഹറാമല്ല. വിവാഹിതരായ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. പക്ഷെ ഈ സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈലാഞ്ചി ഇടുന്നത് എങ്കിൽ അത് ഹറാമായി വരും. കാരണം അവരെ ആകർഷിപ്പിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഹറാമായി വരും. ഏതുപോലെ സുഗന്ധം ഹറാമായതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കൽ, സ്വന്തം ഭർത്താവിന്റെ അടുക്കൽ സുഗന്ധം ഉപയോഗിക്കാലോ, സ്വന്തം സ്നേഹിതിമാരുടെ അടുത്തേക്ക് സുഗന്ധം ഉപയോഗിക്കാമല്ലോ. പക്ഷെ ആ സ്നേഹിതിമാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാണ്, അല്ലെങ്കിൽ കാറിൽ കയറാൻ, ബസ്സിൽ കയറാൻ സുഗന്ധം പൂജ പോകുമ്പോൾ ഹറാമായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെയാണെങ്കിൽ ഹറാമായി. അപ്പൊ അവിടെ പോയിട്ട് ഉപയോഗിച്ചാൽ പിന്നെ സുഗന്ധം നിലക്കാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പൊ തന്നെ രാത്രിയിൽ നീ സുഗന്ധം ഉപയോഗിച്ച് രാവിലെ ആകുമ്പോഴും കഴിയും നീ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകാൻ സുഗന്ധം ഉപയോഗിക്കും. എന്നതുപോലെ മൈലാഞ്ചി ഇടാണെങ്കിൽ അത് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് മറച്ചിട്ട്, ആ മൈലാഞ്ചി ഇട്ടത് മറച്ചിട്ടായിരിക്കണം. അവൾ ശരിക്ക് അങ്ങനെ തന്നെയാണല്ലോ. അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഔറത്ത് സ്ത്രീകൾക്ക് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഷാഫിയും അതനുസരിച്ചിട്ട് എന്താ പ്രബലമായ അഭിപ്രായം എന്താ? ഷാഫിയും അതനുസരിച്ച് സ്ത്രീ മുഴുവനും ഔറത്താണെന്നാണ്. അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീ മൊത്തമായിട്ട് ഔറത്താണ്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുഖവും മുൻകൈയും
തുറന്നിടാൻ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ പ്രബലമായത് എന്താണ്, പൂർണ്ണമായിട്ടും എന്താണ്, മറക്കണമെന്നത് തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അവൾ ആകർഷിക്കപ്പെടുന്ന ഭാഗങ്ങൾ തുറന്നിട്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് അത് കുറെ പ്രയാസങ്ങളുണ്ട്. ഏതായാലും ശരി. അപ്പൊ മൈലാഞ്ചി ഇടുമ്പോൾ അവിവാഹിതർക്ക് കറാഹത്താണ്, ഹറാമല്ല. മൊത്തമായി പറഞ്ഞാൽ പുരുഷന്മാർക്ക് നരച്ച തല, താടി, അതായത് നരച്ച തലയിലെയും താടിയിലെയും രോമങ്ങൾ, മനസ്സിലായോ? നരച്ച തലരോമവും നരച്ച താടി രോമവും എന്നർത്ഥം. അവിടെ എന്തുണ്ട്? മൈലാഞ്ചി ഇടല് സുന്നത്താണ് കേട്ടോ. അല്ലാതെ എന്താ പറയാ, പ്രതിഫലം കിട്ടുന്നതാണെന്ന് പറയാം. അങ്ങനത്തെ ഇടല് സുന്നത്താണ്. ആ മൈലാഞ്ചി ഇട്ടവരെ കളിയാക്കാൻ നടക്കണ്ട, സുന്നത്ത്. പിന്നെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എന്തുണ്ട്? ഹറാമാണ്. ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ പുരുഷന്മാര് തന്നെ കാരണമില്ലാതെ കൈകാലുകളില് പുരുഷനുക്ക് മൈലാഞ്ചി ഇടല് ഹറാമാണ്. ചിലവര് കാലുമലേക്ക് ഒക്കെ കല്യാണത്തിന് എന്ത് ചെയ്യും? മൈലാഞ്ചി ഇടും. പാടില്ല. ഡോക്ടർ എന്തെങ്കിലും അസുഖം മാറാന് അല്ലെങ്കിൽ അസുഖം വന്നു, ഉദാഹരണമായിട്ട് കാലിന്റെ നഖത്തിലുള്ള അസുഖം ഉണ്ടാവില്ല, കുത്തിപ്പഴുക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ മൈലാഞ്ചി അരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അങ്ങനെ വൈദ്യന്റെ അങ്ങനെയുള്ള വല്ല ചികിത്സകള്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാം പുരുഷന്. അല്ലാതെ അകാരണമായി പുരുഷന് കൈകാലുകളിലെ വിരലുകളില് മൈലാഞ്ചി ഇടൽ എന്താണ്? ഹറാമാണ്. അതായത് കൈകാലുകളിൽ മാത്രമല്ല, പുരുഷന് ഇങ്ങനെയുള്ള അകാരണമായിട്ട് പുരുഷന് മൈലാഞ്ചി ഇടൽ ഹറാമാണെന്ന് അർത്ഥം. കൈകാലുകളിലാണല്ലോ ഇപ്പൊ മൈലാഞ്ചി ഇടല്, അത് ഹറാമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയും. അതുപോലെ തന്നെ ഇഹ്റാം ചെയ്ത സ്ത്രീകൾക്കും മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ഉംറക്ക് അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം കിട്ടി ആ സ്ത്രീക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ഇങ്ങനെയാണ് മൈലാഞ്ചിയുടെ വിധി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നെ മൂക്കുകുത്തിയാണ്. അതും പലരും ചോദിച്ചിട്ടുണ്ട്, അടുത്ത് വരെ ചോദിച്ചിട്ടുള്ളവരോട്. മൂക്കുത്തി ചെയ്യാൻ പറ്റും? കുത്തല് ഹറാമാണ്. കുത്തല് ഹറാമാണ്. ഒന്നാമത് എന്താ അതിന്റെ കാരണം പറഞ്ഞെന്ന് വെച്ചാൽ മൂക്ക് കുത്തൽ കൊണ്ട് വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവാനില്ല. അപ്പൊ ഈ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് ഇത് പ്രയാസപ്പെടുത്തല്, നമ്മളത് വേദനിപ്പിക്കേണ്ടി വരുമല്ലോ മൂക്ക് കുത്തുമ്പോൾ. അപ്പൊ അത് ഹറാമാണ്. മാത്രമല്ല ഭംഗിയില്ലാത്തൊരു അകാരണമായ കാര്യമുണ്ട്. മൂക്കിൽ എന്ത് വേണ്ട? മൂക്കുത്തി വെക്കണ്ട. മനസ്സിലാവുണ്ടോ? അതാണ്. അപ്പൊ മൂക്കുത്തൽ എന്താണ്? അപ്പൊ മൂക്കുത്താൻ നടക്കണ്ട. മൂക്കുകുത്തൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഈ വിഷയങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാം. പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് പുരികം ത്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പക്ഷെ ഈ സ്ത്രീക്കായാലും ഈ പുരികൻ നല്ലോണം വളർന്നിട്ട് ഇതിന്റെ മധ്യ വന്നത് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ത്രെഡ് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. കാരണം ഇത് പുരികത്തിൽ പെടാത്തത് കൊണ്ട്, ഇത് ഈ കവിളുകളിലോ മറ്റോ പെടാത്തത് കൊണ്ട്, ഈ പുരികത്തിന്റെ മധ്യത്തിലുള്ള ഭാഗമായതുകൊണ്ട് അത് നിങ്ങൾക്ക് നീക്കം ചെയ്യാം. അല്ലാതെ പുരികം ത്രെഡ് ചെയ്ത് ഷെയ്പ്പാക്കാൻ പറ്റൂല. ത്രെഡ് ചെയ്യുന്ന പരിക്കൽ മാത്രമല്ല, വെട്ടിയിട്ട് പ്രത്യേകമായ രീതിയിൽ നേരിയതാക്കി ഭംഗിക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ ഷെയ്പ്പാക്കി കൊണ്ടുവരിക. ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ സ്വന്തമായോ പാടില്ല, അത് ഹറാമാണ്. കൂടുതലായിട്ട് പുരികന്റെ പരിധിയും കഴിഞ്ഞിട്ട് നീണ്ട രോമങ്ങളാണെങ്കിൽ അത് വെട്ടിമാറ്റാം. ഓക്കെ, ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഉന്നതമായ തൗഫീഖ് നൽകി നമുക്ക് ഏവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏവർക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത്, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം ശരിക്കും പഠിക്കണം. അതിൽ തെറ്റുവരാതെ നമ്മൾ സൂക്ഷിക്കണം. അത് പഠിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകള് നജസ്സിൽ നിന്ന് വൃത്തിയാകുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടില് കുട്ടി മൂത്രമൊഴിച്ചാല് എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ആൺകുട്ടി ഭക്ഷണം കഴിക്കാതെ ഒന്നും കഴിക്കാതെ വെറും മുലപ്പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടി മൂത്രമൊഴിച്ചാൽ എന്താണ്? പെൺകുട്ടി മൂത്രമൊഴിച്ചാൽ എന്താണ്? ഇനി വലുതായ ആൺകുട്ടികൾ മൂത്രമൊഴിച്ചാൽ മുലപ്പാലിന്റെ കൂടെ മറ്റുള്ളതോടും കഴിക്കുന്ന ആൺകുട്ടികൾ മൂത്രമൊഴിച്ചാൽ അവിടെ എങ്ങനെ ശുദ്ധിയാക്കേണ്ടത്? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ശരിക്കും മനസ്സിലാക്കിയാൽ ഒസുവാസ് വരും.
വസ്വാസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചാല് ആ കുട്ടി എവിടുന്ന് എവിടം വരെ വീട് മുഴുവനും കഴുകി വൃത്തിയാക്കി സോഫയും ഫർണിച്ചറും എല്ലാം കഴുകി കുളിപ്പിച്ച് പുറത്ത് കിട്ടുന്ന ഒരു രീതി വരും. ആ വസ്വാസ ജീവിതം ദുസ്സഹമായി മാറും. വളരെ സിമ്പിളാണ്. ആ സിമ്പിളായ കാര്യം മനസ്സിലാക്കുമ്പോൾ അത് തീരെ മനസ്സിലാക്കാഞ്ഞാൽ അപ്പൊ നജസോട് കൂടിയുള്ള നിസ്കാരം, കുട്ടി നജസോട് കൂടിയിട്ട് തന്നെ നിസ്കരിക്കുമ്പോൾ ഒന്ന് പിടിച്ചാൽ എങ്ങനെയാണ്? ഇതെല്ലാം പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. നജസിൽ നിന്ന് വൃത്തിയാകുന്നത്, അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട അദബുകള്, വീട്ടിൽ ഉണ്ടാവേണ്ട വൃത്തികള്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ അറിവ് പഠിക്കണം. അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് എളുപ്പം ചെയ്യുമാറാകട്ടെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ക്യൂടെക്സ് ആണ്. ക്യൂടെക്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ളത്. ക്യൂടെക്സ് പോലുള്ള കാര്യങ്ങളും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇപ്പൊ നഖത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അതെന്താ ചെയ്യണത്? അതൊരു കവറിംഗ് ആയിട്ട് കെടുക്കുകയാണ്. അപ്പൊ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമതായിട്ടുള്ളത് നമ്മള് അംഗശുദ്ധി വരുത്തുമ്പോൾ, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുമ്പോഴും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുമ്പോഴൊക്കെ അതിൽ വെള്ളം എന്താവൂല, നമ്മളെ തൊലിയിൽ ചേരൂല. ഈ നഖത്തിൽ വെള്ളം എന്താവൂല, നഖത്തിൽ കൂടി ഒഴുകില്ല. നഖത്തിന്റെ മുകളിൽ ഒരു കവറിങ് പോലെയാണ് ഇതുള്ളത്. അപ്പൊ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവൂല. പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാവുക? അതുപോട്ടെ, സ്ത്രീകളാണെങ്കിൽ അവര് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് കുളിക്കും, ഇതൊക്കെ ഇട്ടിട്ടാണ് കുളിക്കും. ഇത് വലിയ ശുദ്ധിയിൽ ശുദ്ധിയായി എന്നാ വിചാരിച്ചു. ശുദ്ധിയാവൂല. കാരണം എന്താ? തൊലിയില് വെള്ളം നമ്മളുടെ ഇപ്പൊ ഈ നഖമൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ കൂടി എന്ത് ചെയ്യണം? വെള്ളം ഒഴുകണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് നമ്മുടെ തൊലിയിൽ വെള്ളം ചേരണം. അത് തടയും. അതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾ അശുദ്ധിയുള്ള ടൈമിൽ ഇടുകയാണെങ്കിൽ, ആ അശുദ്ധിയുള്ള ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശുദ്ധിയാവുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് വരണ്ടി കളയണം. അപ്പൊ വരണ്ടി കളയുമ്പോൾ, അശുദ്ധിയുള്ള ടൈമിൽ വരണ്ടി കളയുമ്പോൾ അശുദ്ധിയോട് കൂടിയുള്ള നഖം അവിടുന്ന് പോകരുത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കാനുണ്ട് ഇതൊക്കെ ഇടുമ്പോൾ. ഇത് തന്നെയാണ് മൈലാഞ്ചി, ചില മൈലാഞ്ചി ഇടുന്ന ഒരു രൂപം അത് തന്നെയാണ്. മൈലാഞ്ചി ഇടുന്ന ആളുകള്, ആ ഒരു സ്ത്രീകൾ എന്ത് ചെയ്യണം? അരച്ച മൈലാഞ്ചി ഇടാൻ പാടുള്ളൂ. അരക്കാത്ത ട്യൂബ് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് പല മൈലാഞ്ചികളും എന്താണ് ഇതേപോലെ കവറിങ് ആയിട്ടാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് മൈലാഞ്ചി ആയാലും വേണില്ല, ഏത് മൈലാഞ്ചി ആയാലും വേണില്ല, കവറിങ് ആയിട്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ഉറ പോലെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഒതു എന്താവൂല, ശരിയാവൂല. കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എങ്ങനെ പതുക്കെ ഇങ്ങനെ തൊലി ഉരിഞ്ഞു വരുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ഉറപ്പാണ് ഇന്ന മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നഖത്തിൽ വെള്ളം ശരിക്ക് ചേരും, അല്ലെങ്കിൽ നമ്മുടെ തൊലിയിൽ വെള്ളം ചേരും എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ആ മൈലാഞ്ചി ഇട്ടു. അത് നിങ്ങളും നിങ്ങളെ റബ്ബും തമ്മിൽ നിങ്ങൾക്കുള്ള ഇതാണ്. നിങ്ങളെ വിശ്വാസം പോലെ ഉണ്ടാവും. വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ പുരുഷന്മാരും ഈ ക്രീമൊക്കെ, ചായം തേക്കലൊക്കെ ഉണ്ടല്ലോ, പുരുഷന്മാരായാലും സ്ത്രീകളാണെങ്കിലും നേരത്തെ പറഞ്ഞ ചായം തേക്കാം എന്നൊക്കെ അനുവദനീയാണ് ഭർത്താക്കന്മാരുടെ മുന്നിൽ, പുരുഷന്മാരുടെ മുന്നിലല്ല. ആ പുരുഷന്മാരാണെങ്കിലും അവർ മൈലാഞ്ചിക്ക് പകരം പലതും ചായം, മൈലാഞ്ചി പോലുള്ള കളറുള്ള പലതും തേക്കും. അങ്ങനെ ആണെങ്കിൽ തന്നെ അങ്ങനെ മൈലാഞ്ചി പോലുള്ള പലതും തേക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ മുടിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന വിധത്തിലുള്ള കെമിക്കൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവില്ല. ആ ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടിയിൽ പറ്റി കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ശുദ്ധിയായി കഴിഞ്ഞാൽ നിങ്ങൾ കുളിച്ചാലും അത് പോയിട്ടുണ്ടാവൂല. ഇനി നിങ്ങൾക്ക് ഇപ്പോ ഒതുവിന്റെ വിഷയമാണെങ്കിൽ, മുടിയിലാണെങ്കിൽ ഏതൊരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഒരു കുറച്ച് മുടിയെങ്കിൽ അതില്ലാത്ത ഭാഗം കിട്ടിയാൽ മതി. കുളിക്കത് പറ്റൂലല്ലോ. അത് താടിയിൽ ഒന്ന് കൃത്യമായ താടിയിൽ നിന്ന് വേണ്ടതാണ്. അപ്പൊ താടി നമ്മൾ ചോപ്പിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ഇതേപോലുള്ള ക്രീമുകൾ തേക്കാണെങ്കിൽ സൂക്ഷിക്കണം. എന്തായാലും ശരി, അത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ. അതായത് ക്രീമൊക്കെ തേക്കുമ്പോൾ ഒളുവിന്റെ വെള്ളം ചേരുന്നതായിരിക്കണം. ചേരാത്തതായ ക്രീമുകൾ തേക്കരുത്. കാരണം എന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾ വലിയ ശുദ്ധി പോലും ശുദ്ധിയാവില്ല. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുക, പള്ളിയിലും കയറാൻ പറ്റൂല, ഖുർആനും തൊടാൻ പറ്റില്ല, ഒന്നും പറ്റൂല. വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊന്നും ഫിഖഹിന്റെ കാര്യങ്ങൾ, കർമ്മശാസ്ത്രങ്ങളൊന്നും നിസ്സാരാക്കിയിട്ട് നമ്മൾ വിടാൻ പറ്റൂല. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ വിഷയങ്ങളൊക്കെ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം. പിന്നെ ഈ പുരികം ത്രെഡ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ പലപ്പോഴും
ഈ വിഷയങ്ങളിലൊക്കെ പറയാറുള്ളൊരു വിഷയമുണ്ട്. എൻ്റെ ഭർത്താവിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ ഭർത്താവിന് എന്തിന്റെ ഈ പുരികം ത്രെഡ് ചെയ്യാതിരിക്കൽ ഇഷ്ടമല്ല, ഭർത്താവ് പറഞ്ഞതാണ് പുരികം ത്രെഡ് ചെയ്യാൻ എന്ന് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ തല മറക്കാതെ പുറമേക്ക് ഷാളൊക്കെ ഇട്ട് നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അന്യപുരുഷന്മാരോട് എന്താ പറയാ ഒരു മറവും കൂടാതെ ബന്ധപ്പെടുമ്പോൾ, അതായത് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് മറകളൊന്നുമില്ലാതെ മറക്കേണ്ട സ്ഥലങ്ങളൊന്നും മറക്കാതെ സ്ത്രീകൾ നടക്കുമ്പോൾ ചില സ്ത്രീകൾക്കുള്ള പറച്ചിലാണെന്ത്, അത് എന്റെ ഭർത്താവിന് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കണ്, ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ചെയ്യാ എന്ന്. അങ്ങനെ ഇല്ല. അള്ളാഹു താല നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. ഭർത്താവിന് അങ്ങോട്ട് ഉപദേശം മനസ്സിലാക്കി കൊടുക്കണം, ചെയ്യാൻ പാടില്ല എന്നാണ്. അള്ളാഹ് ഹറാമാക്കിയ കാര്യമല്ല ഭർത്താവ് പറഞ്ഞിട്ട് ചെയ്യില്ലേ. അപ്പൊ അള്ളാന്റെ ഇത് ശിക്ഷ ഇട്ടൂലേ? അതില്ല. അള്ളാഹു താല നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഭർത്താവ് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്താൽ ഭർത്താവിനും ശിക്ഷ ഇട്ടു, നിങ്ങൾക്കും ശിക്ഷ ഇട്ടു. അത് പാടില്ല. അപ്പൊ പുരികത്തിന്റെ വിഷയത്തിലോ അങ്ങനെ തന്നെയാണ്. ഞാനിത് പറയാൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന എൻ്റെ ഒരു സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിനി, ആ വിദ്യാർത്ഥിനി പറഞ്ഞതാണ്, അവളെ പഠിപ്പിക്കുന്നതായ ഒരു MS പഠിപ്പിക്കുന്നത് ഒരു ലേഡി, ഒരു ടീച്ചറാണ്, അതായത് ഒരു സ്ത്രീയാണ്. അപ്പോ അവര് മുഖമുറൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് ക്ലാസ്സിൽ വന്നിട്ട് MS പഠിപ്പിക്കുക. കാരണം അത് ഒരു സുന്നി എന്താ പറയാ സുന്നി സ്ഥാപനമാണ്. സുന്നി സ്ഥാപനത്തിൽ എന്താ അവിടെ സ്ത്രീകൾ മാത്രമേ പെൺകുട്ടികൾ പഠിപ്പിക്കുന്നുള്ളൂ, വലിയ പെൺകുട്ടികൾക്ക്. അപ്പൊ വലിയ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുമ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ ആ ടീച്ചർ, MS പഠിപ്പിക്കുന്ന മോറൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ടീച്ചർ അവരുടെ അടുക്കൽ വരുമ്പോൾ മുഖമറ മാറ്റിയിട്ടാണല്ലോ കുട്ടികളുടെ അടുക്കൽ വരിക. അപ്പോൾ ആ ടീച്ചറുടെ പുരികം ത്രെഡ് ചെയ്ത് നല്ല ഷെയ്പ്പാക്കി ഉഷാറാക്കിയിട്ട് അത് വെട്ടി ഷെയ്പ്പാക്കി ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വിദ്യാർത്ഥിനികൾ ചോദിച്ചു, ടീച്ചറെ ഇത് പാടുണ്ടത് പാടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്തത്ര ഇവരോട് പറഞ്ഞത്, അതെന്റെ ഭർത്താവിന് അത് ഇഷ്ടാണ്, അതുകൊണ്ടാണ്. ഭർത്താവിന് ഇഷ്ടാണെങ്കിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ മോറൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക് മോറൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ ഇങ്ങനെയുള്ള ഇസ്ലാമിക വിധിക്ക് എതിരായുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എന്തേലും കുസ്തി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലുള്ള അതിന്റെ മേലാധികാരികളോട് പറയാനുള്ളത്, അതിന്റെ സ്വദർ മുഅല്ലിം അല്ലെങ്കിൽ അതിന്റെ മറ്റു മേലാധികാരികളോട് പറയാനുള്ളത്, വളരെ സൂക്ഷിക്കണം ടീച്ചേഴ്സ്. ഇങ്ങനത്തെ ആളുകൾ, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും വെക്കുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. മനസ്സിലാവുണ്ടോ? അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം, വെറുതെ പറയല്ല. ഏതിന്? പുരികം ത്രെഡ് ചെയ്യൽ ഭർത്താവ് അനുവദിച്ച, ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ചെയ്യാൻ പാടില്ല. അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ചില ആളുകളുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ആലിമ്യങ്ങളായാലും ആലിമകളായാലും ശരി, പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ വഫിയ്യക്ക് പഠിച്ചിട്ട് ഞാനിപ്പോ എന്താണ് വഫിയ്യ കോഴ്സിന് പഠിച്ചിട്ട് ഞാൻ ഇപ്പോ വഫിയ്യയാണ്, പണ്ഡിതയാണ്. ഞാൻ ഹാദിയ കോഴ്സിന് പഠിച്ചിട്ട് ഞാനിപ്പോൾ എന്താണ് ഹാദിയയാണ്, പണ്ഡിതയാണ്. അല്ലെങ്കിൽ ഏത് കോഴ്സിനാ പഠിച്ചത് അതിന്റെ അടിസ്ഥാനം ഞാൻ പണ്ഡിതയാണ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പറയാനുള്ളത്, ഇത് പഠിച്ചോണ്ട് മാത്രമൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. ഇത് പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചതനുസരിച്ചിട്ട് തെക്കുവയോടുകൂടി ജീവിക്കണം. ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വരുന്ന ഈ ഇതുണ്ടല്ലോ പണ്ഡിതകള്, ഇവർക്ക് ഇത് അറിയാഞ്ഞിട്ടൊന്നല്ല നിഷിദ്ധാണെന്ന്. പക്ഷെ അവരുടെ ജീവിതത്തെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സ്വന്തം മസാല ഉണ്ടാക്കുകയാണ്. സ്വന്തം എന്താണ് ഫത്വ ഉണ്ടാക്കുക. ഇത് വലിയ ശിക്ഷയ്ക്ക് വിധേയമാവേണ്ടി വരും. നിങ്ങളെ ഇൽമ് നിങ്ങൾക്ക് നാളെ ആ മാശറയിൽ വലിയ ശിക്ഷക്ക് പാത്രീഭൂതരാവേണ്ടി വരും. ഒന്ന്, ജൂതന്മാരമായൊരു ദീനിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചവരായി മാറും. നിങ്ങൾ അതിനു വേണ്ടിയിട്ടല്ലേ ഒഫിയായതും ആദിയായതും ജഹറാബിയായതും എന്തൊക്കെയായതും. അതൊന്നല്ല, വളരെ ശ്രദ്ധിക്കണം നമ്മളിത്. അതുകൊണ്ടൊന്നും പണ്ഡിതയാവൂല. ഏതൊരു ഇൽമിന്റെ മേൽ നിങ്ങൾ അമല് ചെയ്തോ അതിന്റെ പണ്ഡിതയാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഏതൊരു ഇൽമിന്റെ മേൽ അമല് ചെയ്തോ അതിന്റെ പണ്ഡിതനാണ് നിങ്ങൾ. അല്ലാത്തവരൊന്നും പണ്ഡിതന്മാരോ പണ്ഡിതയോ അല്ല. തെക്കുവ വേണം, വെളിച്ചം ഉള്ളിൽ വേണം. നമ്മൾ ഇത് ചെയ്യുന്നത് എന്ത് വേണം? പഠിക്കുന്നത് അമല് ചെയ്യാനാവണം.
അല്ലാതെ എന്താവൂല, പണ്ഡിതയൊന്നും ആവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ദീനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതിനൊരു ബേസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ദീനിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. തെക്കുവയോട് കൂടിയിട്ട് ജീവിക്കാനായിരിക്കണം പഠിക്കേണ്ടത്. സ്വന്തം ഭർത്താവിനോ, ഞാൻ വഫിയയാണ്, ഞാൻ ഹാദിയയാണ്, ഞാൻ മറ്റതാണ് ഇതാണ്, സ്വന്തം ഭർത്താവിനോട് പെരുമാറാൻ അറിയില്ല. ഭർത്താവിനെ ഞാൻ നിലക്കെടുത്തുന്ന, ഭർത്താവിനോട് പെരുമാറാൻ അറിയില്ല. അമ്മായിയമ്മനോട് എങ്ങനെ പെരുമാറേണ്ടി അറിയില്ല, സൽസ്വഭാവം അറിയില്ല. മുത്തച്ഛിമാരോട് പെരുമാറാൻ അറിയില്ല. അയൽവാസികളോട് പെരുമാറാൻ അറിയില്ല. കുട്ടികളെങ്ങനെ പോറ്റേണ്ടതെന്ന് അറിയില്ല. അറിയായല്ല, ചെയ്യൂല. ഭർത്താവന്മാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട് ഈ കോഴ്സ് പഠിക്കുമ്പോൾ. അമ്മായിയമ്മനോട് എങ്ങനെ പെരുമാറണം പഠിച്ചിട്ടുണ്ട്. ഉമ്മയോട് എങ്ങനെ ഉപ്പയോട് എങ്ങനെ പെരുമാറണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രവർത്തന തലത്തിൽ ഇല്ലാത്ത എത്രയോ ആളുകൾ. സ്വന്തം ഭർത്താക്കന്മാർ വന്ന് പരാതി പറയേണ്ട ഭാര്യ ഇന്ന കോഴ്സിൽ പഠിച്ച ഭാര്യയാണ്, പക്ഷെ ഉസ്താദ് ഞാൻ ആകെ കുടുങ്ങിക്കുന്നു, അവൾക്ക് ഇഷ്ടമുള്ളതോട് ചെയ്യണം, ഓള് വലിയ അപ്പോൾ ഹദീസ് എടുക്കും, അപ്പൊ ആയത്തെടുക്കും, എനിക്കൊന്നും അറിയില്ല, നമ്മളെന്താ ചെയ്യ. എന്നിട്ട് ആദ്യം വേണ്ടത് ഇൽമ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ റസാനത്തുൽ ഇൽമ് പറഞ്ഞ പോയി ഇത് മുത്തുകൊലയാണ്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴ്മ വേണം, വിനയം വേണം. പ്രത്യേകിച്ച് സ്ത്രീകള് പ്രബോധകരായ ഇന്നത്തെ കുറെ സ്ത്രീകളെ സംബന്ധിച്ചറിയാം. ആ സ്ത്രീകളുടെ സ്വഭാവം എന്താണ്? അഹങ്കാരികളായി മാറിയിരിക്കുകയാണ്. ഞാൻ കുറെ മയ്യത്ത് പരിപാലന ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാൻ മറ്റത് അറിയുന്ന ആൾ, ഈ അറിയുന്ന ആളാണ്. ഉസ്താമാര് പറഞ്ഞതുപോലും പിന്നെ അംഗീകരിക്കാത്ത സ്ത്രീകളായി മാറിയിരിക്കുന്നത്. ഇത് എവിടുന്നെങ്കിൽ ഇങ്ങനെ ആയി മാറിയത്? ഇങ്ങനെ കുറെ പ്രബോധകരായിട്ട് എന്താ കാര്യം? ഉസ്താദ് ഇന്നത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം ഇതുപോലെയാണ് നീ പ്രബോധനം ചെയ്യാൻ പാടുള്ളൂ, ഇന്നതുപോലെ ചെയ്യാൻ പാടില്ല, ഇന്നത് നീ മാറ്റണം, അല്ലെങ്കിൽ നിനക്ക് അഹങ്കാരം വരും, അല്ലെങ്കിൽ നിനക്ക് ഇന്നാലിന്റെ കേട് വരും, നീ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോ ആ ഉസ്താദിനെ ഒഴിവാക്കി പോവുക. കാരണം എന്താ? അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം, അവിടെ പ്രശസ്തിയും പേരും കിട്ടണം. അങ്ങനെ കുറെ ആളുകളുണ്ട്. വളരെ ശ്രദ്ധിച്ചോളി. ദീന് പ്രബോധനം, സ്ത്രീകള് പ്രത്യേകം ദീന് പ്രബോധനം ചെയ്യുമ്പോ അള്ളാഹിനെ പേടിച്ച് പ്രബോധനം ചെയ്തോളൂണ്ടി. നാളെ അള്ളാഹു താല ചോദിക്കും, നിങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ പ്രബോധനം ചെയ്യണമെങ്കിൽ അതിനൊരു വിനയവും അതിനൊരു കാര്യമൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഉസ്താദന്മാർ പറഞ്ഞതൊക്കെ ഒന്ന് അനുസരിക്ക്, പണ്ഡിതന്മാരൊക്കെ അനുസരിച്ച് വിനയത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ അതിനായിട്ടില്ല. നിങ്ങൾ സ്ത്രീകളെ പ്രബോധനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ശരിയാവേണ്ടിണ്ട്. ദീന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട താഴ്മയുണ്ട്. ഞാൻ വളരെ മോശമാണെന്നാണ് വേണ്ടത്, ഞാൻ സ്വയം നേരാവാനുണ്ട് എന്നുള്ള ബോധം വരണം. അതിന് ഏതിൽ തെർബിയത്ത് വേണ്ടേ? ശിക്ഷണം കിട്ടണം. ഒരാൾ പണ്ഡിതനായിട്ട് പോയാൽ പോരെ, പണ്ഡിതയാവാണെങ്കിൽ അവർ വീണ്ടും ഒരു ശിക്ഷണം ആവശ്യമാണ് അവർക്ക്. അല്ലെങ്കിൽ ആ ഇൽമു ഇവർക്ക് വല്ലാത്ത ഹിജാബ് ആവുകയും അത് നരകത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് മനസ്സിലായിക്കോളി. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ശരി. ഇൽമു ദീനിന്റെ പഠിച്ചോ, നിങ്ങൾക്ക് മേലെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടായിരിക്കണം. അവരുടെ തെർബി അതും നല്ല തെക്കുവയുള്ള ആളായിരിക്കും ആള്. പ്രത്യേകിച്ച് സ്ത്രീകള്, അവർക്ക് തെക്കുവയുള്ള ഒരു നേതൃത്വം ഉണ്ടാവണം. അതിന്റെ കീഴിൽ തെർബിയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പോകാൻ പറ്റണം. എങ്കിലേ ആ പണ്ഡിതയാ സ്ത്രീ നേരാവുള്ളൂ. അല്ലെങ്കിൽ വെടക്കാവാൻ സാധ്യത ഉണ്ട്. ഇൽമെന്ന് പറഞ്ഞത് അങ്ങനെ ഏറ്റവും കൂടുതൽ കിബർ വരാൻ സാധ്യതയുള്ള മേഖലയാണത്. വളരെ ശ്രദ്ധിക്കണം. കുറച്ചാണ്ട് വഫിയയായി ഹാദിയയായി മറ്റെന്താ ആ രണ്ടെണ്ണത്തിന്റെ എനിക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനെയുള്ള ഓരോ ബിരുദം എടുത്തു കഴിഞ്ഞാൽ ഞാനൊക്കെ ആയി ഇനി പ്രബോധനം ചെയ്യാൻ, ഇനി വയലു പറയാൻ, ഇനി ക്ലാസ് എടുക്കൽ തന്നെ, ഇനി മറ്റുള്ളവർ ഉപദേശിക്കൽ തന്നെ. നിങ്ങൾ ഇനി പഠിക്കേണ്ടിണ്ട് കുറെ. അതൊരു ചാവി മാത്രമാണ് നിങ്ങൾക്ക് തുറക്കാനുള്ള, ഇൽമിന്റെ കവാടം തുറക്കാനുള്ള. എൽമ എവിടെ കിടക്കണമെന്ന് മനസ്സിലാക്കി. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ള കഥയാണ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ പറയുന്നത്. കാരണം കുട്ടികൾ വഴിവഴിച്ചു പോവാണ്. അപ്പൊ ഭർത്താക്കന്മാര് എന്താ പറയാ പറഞ്ഞിട്ടുണ്ട്, ത്രെഡ് ചെയ്തോളൂ, പുരുകൻ ത്രെഡ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. തെളിവുണ്ട്, ഞാൻ പറഞ്ഞുതരാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, പുരുകൻ ത്രെഡ് ചെയ്യുന്നതോടനുബന്ധിച്ച്. അതിന്റെ ആ ഹദീസിന്റെ ശരഹിൽ പറയുന്നുണ്ട്. ഈ ഹദീസ് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്ത് അല്ല, നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രകാരം ചെയ്യുന്നുണ്ടല്ലോ, പുരികം പറിച്ചിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു.
ആ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അത് പറിച്ചിട്ടില്ല, വേണമെങ്കിൽ അവളെ പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ വീണ്ടും പോയി. അപ്പൊ നോക്കുമ്പോ ഇല്ല, അവൾക്ക് തോന്നിയതാണ്, അത് പറിച്ചിട്ടില്ല. അപ്പൊ വന്നു പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ഭാര്യ ഇത് പറിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി, അഥവാ അവൾ ആ പുരികം പറിക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ അടുക്കലേക്ക് ഞാൻ പോവുക തന്നെ, അവളെ ഞാൻ ഉപേക്ഷിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അവളെ ത്വലാഖ് ചൊല്ലുമെന്നാണ്. അപ്പൊ നോക്ക്, എത്ര ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ അനുവദിക്കാം, തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എങ്കിൽ, ഭർത്താവിന് വേണ്ടിയിട്ടാണ് പറിക്കുന്നത് എങ്കിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് മാത്രമല്ലേ അവർ വരുന്നുള്ളൂ, അന്യ പുരുഷന്മാരുടെ അടുക്കൽ അവർ പോണില്ല, നമ്മൾ ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ അവളെ ഒഴിവാക്കും എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ അങ്ങനെ ഒഴിവാക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് കാര്യം ഉണ്ടായോണ്ടല്ല അദ്ദേഹം പറഞ്ഞത്, അത്ര അധികം അത് ഗൗരവമുള്ള കാര്യമുണ്ടല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരാ, അത് കാര്യമൊക്കെ ശരി തന്നെ, പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഭർത്താവിന്റെ മുന്നിലും പറ്റൂല എന്ന്. ഈ വേറൊരു ഇത് പറഞ്ഞുതരാം. ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തആല സ്വഹീഹിൽ പറഞ്ഞ ഹദീസുണ്ട്. അതെന്താ? ഒരു അൻസാറിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു, ഒരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഈ പെൺകുട്ടിയെയും കൂട്ടിയിട്ട് ഈ എന്താ പറയാ അൻസാറിൽപ്പെട്ട മഹദിയായ ഈ സ്ത്രീ, സഹാബി വനിത, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കാര്യം അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ മകൾക്ക് മുടി കൊഴിയണ ഒരു അസുഖമുണ്ട്. അപ്പൊ ഇവളുടെ മുടി നല്ലോണം കൊഴിഞ്ഞു പോകും, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല മുടി കാണുമ്പോൾ. അപ്പോ ഞാൻ കല്യാണം കഴിച്ചു, ഇവിടെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു, ഇനി ഞാൻ ഹദീസിന്റെ ആശയാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലെ, ഇവളുടെ ഭർത്താവ് പറയുന്നു, എന്നോട് പറയുന്നു, ഇവൾക്ക് ഒരു എക്സ്ട്രാ ഒരു മുടി വെച്ച് കൊടുത്താൽ അവളുടെ മുടി ഒന്ന് നീണ്ടു വരുമല്ലോ, ഒരു നീണ്ട് കാണുമല്ലോ, അപ്പൊ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ മുടി വെച്ച്, നീളമുള്ളൊരു മുടി വെച്ചിട്ട് അതിനോട് കൂടെ കൂട്ടണം എന്ന് എന്റെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവളുടെ ഭർത്താവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ ഞാൻ അവൾക്ക് അങ്ങനെ മുടി വെച്ച് കൊടുത്തോട്ടെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല, പറ്റൂല. അള്ളാന്റെ റസൂൽ ലുഇന എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതായത് മുടി എക്സ്ട്രാ ശരീരത്തിലില്ലാതെ വേറെ പുറമേന്ന് മുടി വെച്ച് ചേർത്ത്, അത് മൂസിലാസ്, ആ ചേർത്തും കൊണ്ട് നീളത്തിലാക്കുന്ന ആളുകൾ, പുറമേന്ന് മുടി ചേർത്ത് വെച്ചുകൊണ്ട് ആ മുടിയുടെ രൂപം മാറ്റുന്ന ആളുകൾ, അവരെ അള്ളാഹു തആല ശപിച്ചിരിക്കുക, ആ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ, അതായത് അവരുടെ മുടിയുടെ കൂടെ മുടിയുടെ നീളം കൂട്ടാനോ ഭംഗി കൂട്ടാനോ വേണ്ടി മറ്റൊരു എക്സ്ട്രാ മുടി വെച്ച് ചേർത്ത് ചെയ്യുന്ന ആ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്. അതായത് അല്ലാഹു തആല അവളെ ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭർത്താവിന്റെ മുന്നിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭർത്താവിന് വേണ്ടിയിട്ട് അള്ളാഹിന്റെ ശാപം ഇറങ്ങുന്ന ഒരു വിഷയം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യാൻ അനുവാദമുള്ള കാര്യമാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പറയും, ഭർത്താവിന്റെ മുന്നിൽ ഒഴികെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് പല ഫിക്കിന്റെ മസല, ഭർത്താവിന്റെ മുന്നിൽ സീനത്താവാൻ വേണ്ടിയിട്ട് ഇന്നത് ചെയ്യാം, ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി, ഭർത്താവിന്റെ മുന്നിൽ ഭർത്താവിന് ഒരു അലങ്കാരം ഉണ്ടാക്കാൻ മൈലാഞ്ചി ഇടാം, നിങ്ങൾക്ക് എന്താണ് പുരികം കളർ ചെയ്യാം, ഇതൊക്കെ മനസ്സിലാവുണ്ടോ? ഇതൊക്കെ പറഞ്ഞത് എന്തിനാ? ഭർത്താവിന്റെ മുന്നിൽ അവൾക്ക് വേണ്ടി. അപ്പൊ അത് അവിടെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഫിക്കിന്റെ ഇമാമിയങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ ഭർത്താവിന്റെ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞാണ് പുരികം ത്രെഡ് ചെയ്യുക, ഭർത്താവിന്റെ അനുവാദം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുടി എക്സ്ട്രാ വെച്ച് കെട്ടുക പാടില്ല. പലരും അങ്ങനെ ചെയ്യണവരുണ്ട്. മുടി എക്സ്ട്രാ എന്ത് ചെയ്യുക, വേറെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് പുറമേന്ന് ഈ ശരീരത്തിലില്ലാത്ത മുടി വെച്ച് കെട്ടി നീളം കൂട്ടുക, ഇത് പാടില്ല. അതൊക്കെ നിഷിദ്ധാണ്, അത് ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മുടി കുറെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്ത് ചെയ്യുക വെച്ച് അതിനോട് കൂടി ചേർക്കുക പാടില്ല. അത് ശാപാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നു, പുരികം ത്രെഡ് ചെയ്തമേർ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാ വർക്കും നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് വെറുപ്പിലാണ്. ഇവര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തിനാണിത് ഇങ്ങനെ കുറെ ജീവിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചിട്ട് എങ്ങനെ വയസ്സായ ആർക്കും പിന്നെ നിങ്ങളെ വേണ്ട.
എന്നിട്ട് അങ്ങനെ ജീവിച്ചിട്ട് പിന്നെ മരിക്കുമ്പോൾ എങ്ങനത്തെ മരണം മരിക്കണം? അള്ളാഹുവിന്റെ ശാപത്തോടുകൂടി മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാവുമോ? ഈമാനുള്ള മരണം ഉണ്ടാവൂല മക്കളെ. നിസ്കാരം കബൂലാവൂല, നോമ്പ് കബൂല, ഒന്നും ഉണ്ടാവൂല. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഭർത്താക്കന്മാരെ പേരും പറഞ്ഞെങ്കാണ്ട് അവരെയും കൂടി നരകത്തിലാക്കാൻ നിൽക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ ഉപദേശിച്ചുകൊണ്ട് അവരെ കൂടി നേരാക്കാണ് വേണ്ടത്. അല്ലാതെ ഭർത്താക്കന്മാരെ പേര് പറയണം, അതും പണ്ഡിതകള് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു പറഞ്ഞു കൊടുത്താല് അതിന്റെ വിന എന്താണ്? അതിന്റെ ഭവിഷ്യത്ത് എന്ത്? ഈ കുട്ടികളൊക്കെ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരിത് ചെയ്യൂലേ? ഭർത്താവ് പറഞ്ഞിട്ട് ഇവരും ഭർത്താക്കന്മാരും ശപിക്കപ്പെട്ടവരായി മാറൂലേ? ചെറിയ ശിക്ഷയാണ്. ഒരു എന്താ പറയാ, ഒരു ഭാര്യ ഭർത്താവ്, രണ്ട് ഇണകള്, ഇവര് രണ്ടുപേരും ശപിക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ അവരുടെ സന്താനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ അനുവാദം ഉണ്ട് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഭർത്താവ് നിർബന്ധമാണെന്നുള്ള നിലക്ക് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അല്ലാഹു തആല സത്യം മനസ്സിലാക്കി മുന്നേറാൻ, ഈമാനോടുകൂടി മുന്നേറാൻ അതിനുള്ള ധൈര്യവും സ്ഥൈര്യവും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നൽകട്ടെ. അല്ലാഹു തആല അവർ തൃപ്തിപ്പെട്ട നിലയിലുള്ള ജീവിതവും മരണവും നൽകി അതിനുള്ള ദീർഘായുസ്സും എല്ലാം നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മശായിഖന്മാര്, ഉസ്താദുമാര്, നമ്മുടെ മാതാപിതാക്കന്മാര്, ഇണകള്, സന്താനങ്ങള്, കുടുംബാദികള്, ശിഷ്യന്മാര്, ശിഷ്യകള്, എല്ലാവർക്കും അല്ലാഹു തആല തെറ്റുകുറ്റങ്ങൾ എല്ലാം പുറത്തു തരട്ടെ. തെറ്റുകൾ മനസ്സിലാക്കി അതിന് തൗബ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല തൗബ ഖബൂൽ ചെയ്യട്ടെ. മേലിലുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള ഉന്നതമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മശായിഖന്മാരുടെ, ഉസ്താദുമാരുടെ ദറജാത്തുകൾ അല്ലാഹു തആല നാൾ ഉയർത്തട്ടെ. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാസ് ശഫാഅത്ത് കൊണ്ട് അവരെ നമ്മളെ അനുഗ്രഹിക്കുകയും മുത്തുനബി ഇഷ്ടപ്പെട്ട നിലയിൽ മുന്നേറാനും ജീവിച്ച് മരിക്കാനും നാളെ സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ പുണ്യകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിച്ച് ദാഹം മാറ്റുവാനും മുത്തുനബിയുടെ ശഫാഅത്തിന് അർഹരാകുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ സന്തോഷം കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.